RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന റയൽ വിസസ് ആൽബസ് മത്സരത്തെക്കുറിച്ചാണ്. ലാലീഗിലെ മത്സരങ്ങൾ അവസാനത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റയലും ബാഴ്സയായിട്ടുള്ള മത്സരങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഒരു ഗോളിന് ആൽബസിനെ പരാജയപ്പെടുത്തിയിട്ട് റയൽ മഡ്രിഡ് ബാഴ്സലോണയുള്ള പോയിന്റ് വ്യത്യാസം അതേ പഴയ 4 പോയിന്റ് വ്യത്യാസത്തിൽ തന്നെ തുടരുകയാണ്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളൊക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ നിർഭാഗ്യവശാലും 38-ാം മിനിറ്റിൽ എംബാപ്പയ്ക്ക് റെഡ് കാർഡ് കിട്ടി. കാമവിംഗയുടെ ഒരു ഗോളിലാണ് ഇന്നലെ റയൽ വിജയിച്ചത്. ആൽവാസ് നല്ല കളിയായിരുന്നു ഇന്നലെ പുറത്തെടുത്തുന്നത്. അവരും റിലഗേഷൻ സോണിൽ കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ അവർക്ക് ഇന്നലെ ഒരു സമനിലയോ ജയോ അനിവാര്യമായിരുന്നു. അതുകൊണ്ട് റയലിന് ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുന്നു. പക്ഷെ അവർക്ക് എന്താ പറയാ ഒരു ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ ചാൻസ് കിട്ടുമ്പോൾ അത് മുതലാക്കാനുള്ള ഒരു താരങ്ങളില്ല. അവർ നന്നായി കളിക്കുന്നുണ്ട്. റയലിന്റെ പെനാൽറ്റി ബോക്സ് വരെ പോകുന്നുണ്ട്, പെനാൽറ്റി ബോക്സിൽ അവസാനിക്കുന്നുണ്ട്. കുറച്ച് ഷോട്ടുകളെല്ലാം പെനാൽറ്റി ബോക്സിന്റെ സൈഡിൽ കൂടെയൊക്കെ പോയി. പക്ഷെ നല്ല കളിയാണ് കാഴ്ചവെച്ചത്. പക്ഷെ ഒരു നല്ലൊരു സ്ട്രൈക്കറുടെ അഭാവം ഉണ്ടായിരുന്നു. പിന്നെ റയലിന്റെ കളിയാണെങ്കിൽ റയൽ ആദ്യ 11-ൽ വിനീഷ്യസ് ഉണ്ടായിരുന്നില്ല. വിനീഷ്യസ് ബെഞ്ചിലായിരുന്നു. സെക്കൻഡ് ഹാഫിലാണ് വിനീഷ്യസ് ഇറങ്ങിയത്. അർദ ഗുലാനായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത്. പിന്നെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എംബാപ്പയ്ക്ക് റെഡ് കാർഡ് കിട്ടി. അതിനുശേഷം മൊത്തത്തിൽ 10 പേരായിട്ടായിരുന്നു കളിച്ചത്. അതിനുശേഷം ആൽബസിനും 70-സംതിങ് മിനിറ്റിൽ അവർക്കും ഒരു റെഡ് കാർഡ് കിട്ടി. സാഞ്ചസിനായിരുന്നു റെഡ് കാർഡ് കിട്ടിയത്. രണ്ടും ഏകദേശം തുല്യമായിട്ടുള്ള ഒരു ഫൗൾ എന്ന് പറയാം. എതിർ ടീമുകൾക്ക് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള അവരുടെ കരിയർ തന്നെ അവസാനിക്കാൻ പറ്റുന്ന ഫൗളുകളാണ് രണ്ട് ടീമും ഭാഗത്തുണ്ടായത്. ഡയറക്റ്റ് റെഡ് കാർഡായിരുന്നു. ആദ്യം യെല്ലോ കാർഡ് കാട്ടി, പിന്നെ വാർ ചെക്ക് ചെയ്തപ്പോൾ അത് ഡയറക്റ്റ് റെഡ് കാർഡിലൂടെയാണ് എംബാപ്പെ പുറത്തായത്. അതോടുകൂടി റയലിന്റെ കളി കുറച്ച് സ്ലോ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആൽവസ് നല്ലപോലെ കളിച്ചതിന്റെ ഫലമായിട്ടാണ് അവർക്ക്, പക്ഷെ ഗോളൊന്നും അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഒരു 1-0 ഗോളിന് വിജയിച്ചു. ഇനി ലാലീഗ് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്താന്ന് പറഞ്ഞാൽ ഈ അടുത്ത മാസം ഒരു എൽ ക്ലാസിക്കോ വരുന്നുണ്ട്. കോപ്പ ഡെൽ റേ അല്ല, അത് ഈ മാസം 26-നാണ്. അതല്ലാതെ ഒരു ലാലീഗിൽ ഒരു വരുന്നുണ്ട്. ബാഴ്സയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഒരു എൽ ക്ലാസിക്കോ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു മത്സരത്തിലായിരിക്കും ടൈറ്റിൽ വിന്നറിനെ അനൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യതകൾ കൂടുതൽ. എന്താ പറഞ്ഞാൽ റയൽ ജയിക്കുകയാണെങ്കിൽ ബാഴ്സയായിട്ടുള്ള ഒരു പോയിന്റ് വ്യത്യാസം, അത് പിന്നെ ഒരു സമനിലയോ ഒരു തോൽവിയോ ബാഴ്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ റയലിന് കപ്പടിക്കാം. അതേപോലെ ബാഴ്സ ജയിക്കുകയാണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട. പിന്നെ റയലിന് ഇനി എന്ത് ചെയ്തിട്ടും കാര്യം ഉണ്ടാവുന്നത് എന്താ പറഞ്ഞാൽ അവസാനം പിന്നെ 1-2 കളിയുള്ളൂ. അതിൽ ഏകദേശം സമനിലയോ ഒരു കളി തോറ്റാൽ കൂടെ ബാഴ്സയ്ക്ക് കപ്പടിക്കാൻ പറ്റും. അപ്പൊ എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണാം. നമുക്ക് കളിയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് കടക്കാം. ഇതിന്റെ സ്റ്റാറ്റസിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം കളിയുടെ ഒരു നിലവാരം എങ്ങനെയായിരുന്നു എന്ന്. ഷോട്ട് വന്നത് 13 ഷോട്ട് അടിച്ചപ്പോൾ ഓൺ ടാർഗറ്റിലേക്ക് വന്നത് ആൽവസ് അടിച്ചത് 6 എണ്ണമാണ്. അതേപോലെ റയൽ മഡ്രിഡ് 11 മാത്രമേ ഷോട്ട് അടിച്ചിട്ടുള്ളൂ. അതിൽ ഓൺ ടാർഗറ്റിലേക്ക് വെറും 4 എണ്ണം മാത്രമാണ്. അതേപോലെ ബോൾ പൊസിഷൻ വന്നിട്ട് 56% ആൽവസ് ഉണ്ടായിരുന്നു. അതേപോലെ 44% റയൽ വന്നിട്ടുണ്ടായിരുന്നത്. പാസസ് 501 പാസസ് ആൽവസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 404 പാസ്സാണ് റയൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഫൗള് 21 ഫൗളും 12 ഫൗളാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. യെല്ലോ കാർഡ് 2 ടീമിനും 4-4ആണ്. റെഡ് കാർഡ് ഓരോ കാർഡുകൾ കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ കാർഡുകളുടെ ഒരു കളിയായിരുന്നു എന്ന് പറയാം. അതേപോലെ ആൽവസ് നന്നായിട്ട് പ്രസ് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അറിയില്ല, റയലിന് ഈ 2-3 കളി ഭയങ്കര എതിർ ടീമുകളൊക്കെ ബെർണബോയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എവേ മത്സരത്തിലായിക്കോട്ടെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് കളിക്കുന്നത് റയലിനെതിരെ. റയലിന് എന്താണ് ഇപ്പൊ കളിച്ച് പറ്റിയതെന്ന് അറിയില്ല 2-3 മത്സരമായിട്ട്. എന്തായാലും അവർക്ക് വേണ്ട 3 പോയിന്റ് കരസ്ഥമാക്കി കാമവിംഗയുടെ ഗോളിലൂടെ. അപ്പോ ഇനി റയൽ മഡ്രിഡും ബാഴ്സലോണയായിട്ട് എൽ ക്ലാസിക്കോ വരുന്നുണ്ട്. കോപ്പ ഡെൽ റേ അല്ല, അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ലാലീഗിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ലാലീഗിൽ ഏകദേശം ഈ മത്സരത്തോടു കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരാണ് ഈ പ്രാവശ്യത്തെ ടൈറ്റിൽ വിന്നർ ആവാൻ പോകുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ റയൽ ജയിക്കുകയാണെങ്കിൽ ബാഴ്സയായിട്ട് ഉള്ള പോയിന്റ് വ്യത്യാസം 1 ആവും. ആ 1 പോയിന്റ് പിന്നെ 2-3 കളിയിൽ ഒരു സമനിലയോ അല്ലെങ്കിൽ ഒരു തോൽവിയോ ബാഴ്സയ്ക്ക് ഉണ്ടെങ്കിൽ റയൽ പ്രാവശ്യം ലാലീഗ കപ്പടിക്കും. അതേപോലെ ബാഴ്സ അടിക്കുകയാണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട, ബാഴ്സയ്ക്ക് 4-3-7 പോയിന്റ് വ്യത്യാസമാവും. അങ്ങനെ ആകുമ്പോൾ ബാഴ്സ എന്തായാലും കപ്പടിക്കുന്ന, പിന്നെ റയലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ 1-2 കളിയുള്ളൂ ലീഗിൽ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.